ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വല ചേട്ടൻ്റെ ഒരു പുതിയൊരു ഇൻട്രോയിൽ അതിന് വന്നിരിക്കുന്നത്. നമ്മുടെ വല പറഞ്ഞ മൂവിയിലൂടെ അരുൺ ചന്തു തന്നെയാണ് ഇതിൽ ഡയറക്ഷൻ. അദ്ദേഹത്തിൻ്റെ മൂവീൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. അദ്ദേഹം മാക്സിമം സയൻസ് ഫിക്ഷൻ അങ്ങനെ കുറേ മറ്റു മേഖലയിലേക്കാണ് അദ്ദേഹം കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ ഫോക്കസ്. അദ്ദേഹത്തിൻ്റെ ഗഗനചാരി എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പെർഫെക്ഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇനി വരാൻ പോകുന്ന സിനിമ എന്തായിരിക്കും എന്ന് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ വന്നു നമ്മുടെ വല. അതിൽ നമ്മുടെ ജഗത് ചേട്ടൻ വീണ്ടും ഒരു ഇൻട്രോ അദ്ദേഹത്തിൻ്റെ ഒരു കംബാക്കാണ് നടത്തിയിരിക്കുന്നത്. ഈ സിനിമയിൽ വേറെ കുറേ ആളുകളുണ്ട്. ആ സിനിമയിലേക്ക് നമ്മുടെ ഗഗനചാരിയിൽ ഉണ്ടായിട്ടുള്ള അതേ കുറേ ആക്ടേഴ്സ് ഇതിലുണ്ട്. അതിൽ നമ്മുടെ എടുത്തു പറയേണ്ടത് നമ്മുടെ ഗോകുൽ സുരേഷ്, പിന്നെ അനാർക്കലി മരിക്കാർ, പിന്നെ നമ്മുടെ ഗണേശൻ, അങ്ങനെ പിന്നെ അതിൽ പുതിയതായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ബേസിൽ ജോസഫ് വന്നിട്ടുണ്ട്, പിന്നെ വിനീത് ശ്രീനിവാസും വന്നിട്ടുണ്ട്, പിന്നെ വേറെ ഒട്ടുമിക്ക കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതിലെടുത്ത് വരുന്നതാണ് ബേസിൽ ജോസഫും നമ്മുടെ വിനീത് ശ്രീനിവാസനൊക്കെ വന്നത് വളരെ കൗതുകം തോന്നി. കാരണം അത് പ്രത്യേക തരം ഒരു റീ എൻട്രിയാണ്. കാരണം വിനീത് ശ്രീനിവാസനും പിന്നെ ഈ ബേസിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പടത്തിന് ഒന്നുകൂടി ക്വാളിറ്റി കൂടുതൽ. കാരണം ബേസിലിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ പറയുന്നത് എപ്പോഴും അദ്ദേഹം ഒരു കൗതുകം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമ എന്ന് പറയുന്നത് അദ്ദേഹം ചൂസ് ചെയ്യുന്ന എല്ലാ സിനിമ തന്നെ വളരെയധികം വ്യത്യസ്തമായിരിക്കും, വളരെയധികം പ്രോമിസിംഗും ആയിരിക്കും. അത് തന്നെയാണ് ഈ അരുൺ ചന്തുയുടെ ഈ സിനിമ വല എന്ന് പറഞ്ഞ മൂവി വരുന്നതിൻ്റെ ഒരു തുടക്കത്തിൻ്റെ ഇൻട്രോ വീഡിയോ ആയിട്ട് അവർ ഇറക്കിയിരിക്കുന്നത്. അത് വളരെ രസകരമായിരുന്നു. ആ പറയുന്ന അതിൽ കാണിച്ചിരുന്ന VFX പോലും വളരെയധികം എന്താ പറയുക, വേൾഡ് ക്ലാസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് അല്ല, വേൾഡ് ക്ലാസിൻ്റെ അപ്പുറം എന്ന് വെച്ചാൽ വേൾഡ് ക്ലാസ്സിന് അതിൻ്റെ അപ്പുറം ഈ പറയുന്ന ഈ വീഡിയോയിലും വേൾഡ് ക്ലാസ്സിന് തുല്യം. ഇപ്പോൾ ഒരു ഹോളിവുഡ് മൂവി കാണുമ്പോൾ ഉണ്ടാകുന്നൊരു നമുക്ക് കൗതുകമുണ്ടല്ലോ, അതിൻ്റെ VFX കാണുമ്പോഴൊക്കെ നമുക്കൊരു ചെറിയൊരു ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ നമുക്ക് ആശ്ചര്യപ്പെട്ടു പോകുന്ന പോലെ, അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് അത്രമാത്രം ഈ ഒരു ഇൻട്രോ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് തോന്നി. അത്രയും വളരെയധികം വ്യത്യസ്തമായിട്ടാണ് ഈ വീഡിയോ, അല്ലെങ്കിൽ ആ ഒരു ഇൻട്രോ വീഡിയോനെ അവർ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയിലെ പോക്ക് പറയുന്നത് ഏത് രീതിയിലേക്കാണെന്ന് നോ ഐഡിയ. കാരണം വളരെ വ്യത്യസ്തമായി തന്നെയാണ് ഈ കഥ പറയുന്ന രീതിയിൽ നിന്നാണ് തോന്നുന്നത്. കാരണം ഈ ഒരു ഇൻട്രോ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ഓരോ ഷോർട്സ് ആയിട്ട് അതിൻ്റെ ഓരോ ഫ്രെയിംസ്, അതിൻ്റെ ഓരോ ലൊക്കേഷൻസ് ഒക്കെ വളരെ കൗതുകമാണ്. കാരണം വളരെ അധികം കുറേയധികം അദ്ദേഹം നല്ല രീതിയിൽ പണിപ്പെട്ട് തന്നെയാണ് ഈ ഓരോ കാര്യം ചെയ്യുന്നത്, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ ചെയ്യുന്നതൊക്കെ തന്നെ അദ്ദേഹം വളരെയധികം വ്യത്യസ്തമായൊരു വിഷനിലൂടെ തന്നെയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഈ ഓരോ ഫ്രെയിംസ് കാണാൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ VFX ഒക്കെ ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ എക്സ്ട്രാ ഓർഡിനറിയാണ്. അത് അത്രമാത്രം പെർഫെക്റ്റ് ലെവലാണ് അദ്ദേഹം ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ ഇറങ്ങുമ്പോൾ എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട്. കാരണം ആ ഗഗനചാരി കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റ് ഇന്നും മാറിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഗഗനചാരിയുടെ അതേ ക്രൂ തന്നെയാണ് വരാൻ പോകുന്നത്. അതിൽ നമ്മുടെ എടുത്തു വരേണ്ട അരുൺ ചന്തുവിൻ്റെ ഒരു വിഷൻ, നോ വേർഡ്സ്. കാരണം അദ്ദേഹത്തിൻ്റെ വിഷൻ എന്ന് പറയുന്നത് ഈ വല എന്ന മൂവിയിലൂടെ എന്ത് സയൻസ് ഫിക്ഷൻ രീതിയാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. സോംബി എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഈ സോംബിയൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണോ എന്ന് അറിയത്തില്ല. എന്തായാലും മലയാള ഇൻഡസ്ട്രിയിൽ മലയാളത്തിൽ ഇതുപോലുള്ള ഡയറക്ടേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ മലയാളം മൂവിന് ഒരിക്കലും താഴത്തില്ലടാ. പുഷ്പ ഫയർ എന്ന് പറഞ്ഞ പോലെ അവസ്ഥ. അത് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിനെ പോലുള്ള മികച്ച ഡയറക്ടേഴ്സ് മലയാളത്തിലുള്ളത് തന്നെയാണ് ഇനി വരും തലമുറയിലും, അല്ലെങ്കിൽ ഇനി വരും പ്രേക്ഷകരും എല്ലാം തന്നെ എക്സൈറ്റ് ആയി പോകുന്നതും. കാരണം ഇതുപോലുള്ള സിനിമയൊക്കെയാണ് ഇനി വരുന്നത്. അല്ലാതെ നമ്മൾ അനാവശ്യമായിട്ടുള്ള പ്രണയ സിനിമയൊക്കെ ഔട്ടായി. നമ്മൾ മലയാളത്തിൽ അങ്ങനെ ഒരിക്കലും പ്രണയത്തിന് എടുക്കാറില്ല. എന്നാലും അരുൺ ചന്തുള്ള ഈ ഒരു വിഷൻ എന്തായാലും എടുത്തു വരേണ്ടതാണ്. ഈ സിനിമ വരുമ്പോൾ തിയേറ്ററിൽ ആദ്യ ഷോ കാണാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളോടുകൂടി ഞാനും ഉണ്ടാകും. എന്തായാലും ഇതിൻ്റെ മറ്റ് അപ്ഡേറ്റ്, ടീസർ, ട്രെയിലർ, മറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ വരും. അതൊക്കെ നിങ്ങളായിട്ട് പങ്കുചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു, താങ്ക് യു.